ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുവത്വത്തിന്റെ അഹോരാത്രമുള്ള കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ഉറപ്പാക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെയും പ്രാഥമിക കടമയാണ്. 6 മാസത്തെയും വർഷങ്ങളുടെയും ഉറക്കമിളച്ചുള്ള പഠനത്തിനൊടുവിൽ പരീക്ഷാ ഹാളിലെത്തുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾ ഒറ്റ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ തകർന്നടിയുന്ന കാഴ്ച നാം പലപ്പോഴും കണ്ടതാണ്. എന്നാൽ ഈ അധാർമികവും ക്രിമിനലുമായ പരീക്ഷാ മാഫിയകൾക്ക് അന്ത്യം കുറിക്കാൻ ഉറച്ച ചുവടുവയ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ മത്സര പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും വീണ്ടെടുക്കാനായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്ന ചരിത്രപരമായ നിയമമാണ് പൊതുപരീക്ഷാ അവിഹിത മാർഗ തടയൽ ബിൽ അഥവാ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ബിൽ. ഇതിലൂടെ നിലവിലുള്ള നിയമനത്തിൽ ഭേദഗതികൾ വഴി കൂടുതൽ കടുത്ത ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ. ചോദ്യപേപ്പർ ചോർത്തുന്ന പരീക്ഷാ മാഫിയകൾക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉറപ്പാക്കുന്ന കർശന വ്യവസ്ഥകളാണ് ഈ നിയമത്തിലുള്ളത്. പരീക്ഷ എഴുതുന്ന നിരപരാധികളായ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാതെ അതിനു പിന്നിലെ സംഘടിത ക്രിമിനൽ സംഘങ്ങളെയും ഏജൻസികളെയും മാത്രം ലക്ഷ്യമിടുന്ന ഈ ചരിത്രപരമായ ബില്ലിന്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് അമൃത ഭാരതം കടക്കുകയാണ്. UPSC, SSC, RRB, ബാങ്കിംഗ്, ദേശീയ പരിശോധനാ ഏജൻസിയായ NTA എന്നിവ നടത്തുന്ന പരീക്ഷകൾ. ഇന്ത്യയിലെ കോടിക്കണക്കിന് യുവാക്കളുടെ ഭാവി രൂപപ്പെടുത്തുന്ന കേന്ദ്ര പൊതുപരീക്ഷകളാണിവ. എന്നാൽ വിരലിലെണ്ണാവുന്ന ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും കാരണം യോഗ്യരായ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി പലപ്പോഴും അനിശ്ചിതത്വത്തിലാകാറുണ്ട്. ഈ അനീതിക്ക് പൂർണ്ണമായി വിരാമമിടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കടുപ്പമേറിയ പരീക്ഷാ പേപ്പർ ചോർച്ചാ വിരുദ്ധ നിയമവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര പൊതുപരീക്ഷകളിലെ അവിഹിത മാർഗങ്ങൾ പൂർണ്ണമായും ക്രിമിനൽ കുറ്റകൃത്യമായി നിർവചിക്കുന്നതാണ് പുതിയ ബിൽ. ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയോ ഉദ്യോഗാർത്ഥികളെയോ ക്രിമിനൽ പശ്ചാത്തലത്തിൽ കാണുന്നില്ല എന്നതാണ്. മറിച്ച് സാമ്പത്തിക ലാഭത്തിനായി ചോദ്യപേപ്പറുകൾ ചോർത്തുകയും ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയും ചെയ്യുന്ന മാഫിയ സംഘങ്ങളെയും സർവീസ് പ്രൊവൈഡർമാരെയുമാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ഈ നിയമപ്രകാരം തടവു ശിക്ഷകൾ കൂടുതൽ കർശനമാക്കി. ചോദ്യപേപ്പർ ചോർത്തൽ, ഉത്തരക്കടലാസുകൾ തിരുത്തൽ, OMR ഷീറ്റുകളിൽ കൃത്രിമം കാണിക്കൽ, വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കൽ എന്നിവയെല്ലാം ഇനി മുതൽ ജാമ്യമില്ലാത്ത ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. സംഘടിതമായി പരീക്ഷാ തട്ടിപ്പ് നടത്തുന്നവർക്ക് കുറഞ്ഞത് 5 വർഷം മുതൽ പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സംഘടിത കുറ്റകൃത്യം നടത്തുന്നവർക്ക് ചുരുങ്ങിയത് 7 വർഷം തടവ് ശിക്ഷയും 10 കോടി രൂപ വരെ പിഴയും ലഭിക്കും. പരീക്ഷ നടത്തുന്ന സ്വകാര്യ ടെക്നോളജി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഏജൻസികൾ തട്ടിപ്പിൽ പങ്കാളികളായാൽ 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ പിഴയുണ്ടാകും. ഇത്തരം ഏജൻസികളെ പൊതുപരീക്ഷകൾ നടത്തുന്നതിൽ നിന്നും 4 മുതൽ 8 വർഷം വരെ വിലക്കും. പരീക്ഷാ ചെലവുകൾ മുഴുവൻ തട്ടിപ്പ് നടത്തിയ ഏജൻസിയിൽ നിന്ന് ഈടാക്കും. ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്തുള്ള തട്ടിപ്പുകൾ തടയാനും ബില്ലിൽ പ്രത്യേക വകുപ്പുകളുണ്ട്. ചോർത്തിയ ചോദ്യപേപ്പറുകൾ ഡിജിറ്റലായി പങ്കുവയ്ക്കുക, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ ഹാക്കിംഗ് നടത്തുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൃത്രിമം കാണിക്കുക എന്നിവയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. ചോദ്യപേപ്പർ ചോർത്തൽ, OMR തിരുത്തൽ എന്നിവയ്ക്ക് പുറമെ വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കൽ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ ഇറക്കൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഹാക്കിംഗ്, മെറിറ്റ് ലിസ്റ്റിൽ കൃത്രിമം കാണിക്കൽ തുടങ്ങി 15 കൃത്യമായ തട്ടിപ്പ് രീതികളെ നിയമത്തിൽ ക്രിമിനൽ കുറ്റങ്ങളായി നിർവചിച്ചിരിക്കുന്നു. പരീക്ഷ നടത്തുന്ന സർവീസ് പ്രൊവൈഡർ ഏജൻസികളോ അവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോ തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അതിന്മേൽ വരുന്ന സാമ്പത്തിക നഷ്ടം ഈടാക്കാനും ബില്ലിൽ അധികാരമുണ്ട്. കൂടാതെ അത്തരം ഏജൻസികളെ ഭാവിയിൽ പൊതുപരീക്ഷകൾ നടത്തുന്നതിൽ നിന്ന് പൂർണ്ണമായി വിലക്കുകയും ചെയ്യും. തട്ടിപ്പുകൾ അതിവേഗം വിചാരണ ചെയ്യുന്നതിനായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു. കേസുകൾ നീണ്ടുപോകാതെ 3 മാസത്തിനകം തീർപ്പു കൽപ്പിച്ച് കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അന്വേഷണങ്ങൾ വേഗത്തിലാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പങ്കാളിത്തവും ഉറപ്പാക്കുന്നു. ഈ നിയമം നടപ്പിലാകുന്നതോടെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ, ബയോമെട്രിക് രജിസ്ട്രേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ലോഡിംഗ് എന്നിവയിലെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമാകും. രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്താൻ ഇത് വലിയൊരു മുന്നേറ്റമാകും. ഭാരതത്തിന്റെ യുവജനതയ്ക്ക് തങ്ങളുടെ കഴിവിലും കഠിനാധ്വാനത്തിലും പൂർണ്ണമായ വിശ്വാസം തിരികെ നൽകുകയാണ് ഈ ചരിത്രപരമായ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അഴിമതിയും തട്ടിപ്പുകളുമില്ലാത്ത പരീക്ഷാ സംവിധാനം ആത്മനിർഭർ ഭാരതത്തിന്റെ കരുത്താണ്.
അർഹതയുള്ളവന് അവസരം ഉറപ്പാക്കുന്ന, പരീക്ഷാ മാഫിയകളുടെ വേരറുക്കുന്ന ഈ നിയമം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയൊരധ്യായത്തിന്റെ തുടക്കമാണ്.